ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ തന്നെ ഏട്ടനും അനിയനും കഴിക്കുക. ഒരു വീട്ടിൽ തന്നെ ഇത് ചേർത്തിനൊന്ന് നോക്കിയാ മറുപ് കഴിച്ച് കുറഞ്ഞോ എന്ത് പോയില്ലേ. എല്ലാരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ ലാസ്റ്റ് മീറ്റിംഗ് ആണ്. അടുത്ത ആഴ്ച ഐശ്വര്യ കുടുംബശ്രീന്റെ വാർഷികമാണ്. സെക്രട്ടറി സിന്ധുവിന്റെ വീട്ടിൽ വെച്ചിട്ടാ വാർഷികം നടക്കുന്നത്. എല്ലാവർക്കും അറിയൂലേ? സിന്ധു എന്നാണ് വാർഷികത്തിന് സ്പെഷ്യൽ ആക്കുന്നേ? ബിരിയാണി എങ്ങനെ ആക്കുന്നുണ്ട്? ഉയ്യന്റെ പങ്കേച്ചി ബിരിയാണിയാ എന്നെ കൊണ്ടൊന്നും ആവൂലേ. എല്ലാരും വീട്ടിലും ചായം കടിയന്നല്ലേ കൊടുക്കുന്നത്. അതുപോലെ എങ്ങാട്ടാക്ക. ആ പങ്കേ എനിക്ക് ബിരിയാണി അല്ലേ നെയ്ച്ചോറ് തരാം. ഞാനൊന്ന് പറയട്ട്, അതിന്റെ ഇടക്ക് കയറി പറയല്ല. വാർഷികത്തിന് കണക്കല്ല അവതരിപ്പിക്കണ്ടാന്ന്. അതുകൊണ്ട് കുറിയുടെ പൈസയും പരിസംഖ്യയും തരാനുള്ളവര് ഈ ആഴ്ച തന്നെ സെക്രട്ടറി സിന്ധുവിന്റെ കൈമേൽ ഏൽപ്പിക്കണം. ശോഭേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ പയ്യണ്ട് പറ്റിട്ട് അപ്പാടിങ് വന്നതാണ്. പോയിട്ട് കുറച്ച് വെള്ളം കാറ്റം കൊടുക്കട്ട്. അല്ലപ്പ നമ്മളിവിടെ കൂടാൻ വന്നെങ്ങാനാ ഒപ്പിട്ട് പോവാന്നല്ലാണ്ട്. മായേ നീ ഒപ്പിടുന്നില്ലേ? എപ്പം നോക്കിയാലും ഫോണിലാണ്. ഇവക്ക് ആരല്ലോ ആയിട്ട് ഇടപാടുണ്ട്. അപ്പൊ ആവ സുനി അങ്ങനെ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുക, ഇവളിടുന്ന് തിമിർക്കലെന്നെ. അതിനോട് സുനിനെ തന്നെ വിളിക്കുന്നെങ്കിൽ പിന്നെ സുനിക്ക് അങ്ങ് വേറെ പണിയൊന്നുമില്ലല്ലോ. 24 മണിക്കൂർ ഇവളെ വിളിച്ചിരുന്നാ പോരെ. നിങ്ങൾ നോക്ക്, 2 ഫോണാന്നുള്ള കൈമേൽ. ഒന്ന് സുനീനെ വിളിക്കാൻ, ഒന്ന് മറ്റന്മാരെ വിളിച്ച് സോളാൻ. ഞാൻ പോട്ടെ. അത് സുനിയേട്ടൻ വിളിച്ചപ്പാ. ഓ, എന്റെ സുനിയാട്ടിനോട് നമ്മൾ അന്വേഷണം പറയണേ. എപ്പം ചോദിക്കണ്ടപ്പാ. അതെയാ? താഴെ താഴെ നോക്കിയിട്ടിടും. എടുത്തല്ല. ഗീത ഇന്നും വന്നിട്ടില്ല. അതിനോളെപ്പാന്ന് പേരുത്ത്. കുടുംബശ്രീ ഓക്ക് വലിയ കാര്യോ? ഓക്ക് വേറെ എന്തെല്ലാം തിരക്കുണ്ടപ്പാ. അല്ല, ഗീത എൻ്റെ അടുത്ത് പൈസ തന്നിട്ട് അവള് വീട്ടിൽ പോയിനോള്. അല്ലേലും ഓക്ക് പൈസക്ക് മുട്ടൊന്നുമില്ലല്ലോ. എത്ര ആളുണ്ട് അപ്പൊ ഓക്ക് കൊടുക്കായേ? ഓളെല്ലാം എന്തിനാന്ന് നമ്മൾ ഈ കുടുംബശ്രീയില് നമ്മളെയും കൂടെ പറയിപ്പിക്കാനാ? ശോഭേച്ചിനെ അടുത്ത പ്രാവശ്യമെങ്കിലും ആളെ എടുക്കുമ്പോ നല്ല ആളെ നോക്കി മാത്രം എടുത്താൽ മതി കേട്ടാ. എല്ലേ നമുക്കും കൂടിയാന്ന് അതിന്റെ മോശോ. നേരെ കുറിഞ്ഞു ചേർക്കണ്ട. എന്നാ നോക്കുന്നു? സമയമൊന്നും ആയിട്ടില്ല. ആരെയൊന്നും അരച്ചിട്ട് പോയാൽ മതി. സമയം നോക്കിട്ട് പണിയെടുക്കുന്നേ. ഹലോ. ഗീതേച്ചി, നിങ്ങൾ ഇറങ്ങിയാ? ഞാൻ ഇറങ്ങിയില്ല. നീ ഇറങ്ങിയാ? എൻ്റെ കഴിഞ്ഞ്. ഞാൻ ഇറങ്ങാൻ നോക്കുന്നു. നിങ്ങൾ ലേറ്റ് ആവുക? ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുക്കും. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ശരിയടാ, ഓക്കെ. നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കല്ലേ? ആടാ, ഇന്നലെ തോട്ടുന്ന അലക്കം കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് എടുത്ത് നൈറ്റി സൈഡിൽ മടക്കി കുത്തിയിട്ട് ഗീതേച്ച് ഒരു പെരുത്തുമതിന് മോനെ എന്തൊരു ഇതേനൊന്നറിയാം കാണേ. ഒരു കല്യാണം കഴിഞ്ഞാൽ ആരെങ്കിലും പറയാ. എടാ, അതിന് ഓരോ ഭർത്താവിൻ്റെ ഒപ്പം ആകെ 2 കൊല്ലം ജീവിച്ചിട്ടല്ലോ. അപ്പോഴത്തേക്ക് സുധാട്ടം മരിച്ചു പോയിട്ടടാ. ഓരോരാളെ യോഗം. ഒരു യോഗവും ഇല്ല. എടാ, ഓരോ ഒക്കെ പറഞ്ഞാല് പിന്നെന്നാടാ ഗീതേച്ചിക്ക് ബിജുല്ലേ? പിന്നല്ലാണ്ട്. എടാ ബിജു, നീ വിചാരിക്കുമ്പോഴത്തെ പെണ്ണുങ്ങൾ നല്ല കേട്ടാ. സുധാട്ടം മരിച്ചതിന് ശേഷം അമ്മയിൽ നോക്കിയിട്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാന്ന്. നീ അതങ്ങ് വിട്ടേക്ക്, വെറുതെ അടങ്ങാറാക്കാൻ നിൽക്കണ്ട.
നീ ഇന്റെ പണിയെടുക്ക പാടുന്നു ബിജോട്ടാ നിങ്ങളെ കൊണ്ട് പറ്റൂ. ഡേടേ നീയാന്ന് കേട്ടാ ഇവന് ആവശ്യമില്ലാത്ത പ്രോത്സാഹനം കൊടുത്ത് വെറുതെ ഇവനെ വൃത്തിയേടാക്കുന്നത്. നീ വലിയ കുപ്പയുടെ നിൽക്കണ്ട, ഞാൻ പറട്ടില വേണ്ട. നീ ഓനെ അങ്ങനെ ചെറുതാക്കണ്ടപ്പാ. ഇങ്ങനത്തെ കാര്യമല്ലോ ഇന്നെക്കാണും കൂടുതൽ ഓനറിയാം. ഹലോ, ആ ഇറങ്ങിയാ? ആ ഞാൻ ഇപ്പം വരാം. എടാ രമ്യ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി കൂട്ടിട്ട് വരാം. അതേപ്പാ എനിക്ക് രമ്യുണ്ടല്ലോ, അനക്കും ബിജോട്ടനാരല്ലേ? എടാ കുഞ്ഞൂട്ടാ, നീ അത്ര കൗണ്ട് വലുതാണ്ടാ കേട്ടാ, ലേശം ഒന്ന് കുറച്ചോളാ. എൻ്റെ പേരിപ്പം കുഞ്ഞൂട്ട തന്നെയാന്ന്. കുറേ നേരമായി വന്നിട്ട്? ഇല്ല ചേച്ചി, കുറച്ച് സമയമായിട്ടുള്ളൂ. വാ, ബസ് പോയിട്ടുണ്ടാവില്ല, പോവാ. ചേച്ചി വേണ്ട, ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരൂ. നിന്റെ ഓട്ടോ പിടുത്തം കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ രമ്യ. പോ ചേച്ചി, കളിയാക്കാണ്ട്. എന്തല്ല ഇടക്കെല്ലാം ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കട്ടൂറുമ്പായി പോകുന്നുണ്ടാ? ഇല്ലപ്പാ, ഇവളെ ഒറ്റക്ക് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് അത് മതി. നിങ്ങൾ കൂടെയുള്ള എന്നെ നമ്മളെ രണ്ടാളി ആരോഗ്യത്തിന് നല്ല. ഈ ഫോണൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഇപ്പോൾ മൊത്തം അവിഹിതവും കൊലപാതകവും. ഇപ്പോൾ ഇതാ MDMA-യും. ഈ ഫോൺ എന്നാണ് എല്ലാത്തിൻ്റെയും പ്രശ്നമോ? നീ അറിഞ്ഞിട്ടില്ല? എന്നാ നമ്മളെ ഗൾഫിലെ സുനീൻ്റെ ഓളില്ലേ, ഓള് മൊത്തം പോക്കാ പോലും. നിനക്ക് ഇടുന്ന രമേശ ഇങ്ങനത്തെ ഓരോരോ വാർത്ത കിട്ടുന്നത്? ഈ മെമ്പറായ ഞാൻ പോലും അറിയുന്നില്ലല്ലോ ഇതൊന്നും. നീയല്ലേ ഏടത്തെ മെമ്പറാണ്? എന്നോട് എൻ്റെ ഓള് സിന്ധുവാ പറഞ്ഞിനി, ഓളെ കുടുംബശ്രീയിലുണ്ട് പോലും. ഇപ്പം ഉണ്ട് 24 മണിക്കൂറും ഫോണിൽ കൊഞ്ചല പോലും. ഒന്നല്ല 2 ഫോളാ അവളെ കൈമില്. ഇതെന്നാ അവസ്ഥ? അതിനെ കണ്ട അങ്ങനെയൊന്നും പറയില്ലല്ലപ്പാ. അവൻ സുനി ഓനാ മരുഭൂമി കിടന്ന് നായി നയിക്കുന്ന പോലെ നയിക്കുന്നു. ഇവളാണെങ്കിൽ ഇവിടെ കിടന്ന് അർമാദിക്കുന്നു. വെറും വർത്താനം മാത്രം ആക്കല, ഇടക്കൊരു ചായയും കുടിക്കാം. ചായ രാവിലെ ഒറ്റ ഒന്ന്, അധികം കുടിക്കുന്ന മോശാന്ന്. നീ ഒരു വട്ട് വീടിയും കെടുത്താട്ടെ. എന്നാ ഞാൻ വരുന്നേ. ശരി. ആ ചേച്ചി, പിന്നെ വൈകുന്നേരം മുത്തപ്പൻ തരയിൽ പയങ്കിട്ടുണ്ട്, നിങ്ങൾ വരൂലേ? ആണാണ് ഇപ്പം പ്രത്യേകിച്ചിട്ട്? ഒന്നുമില്ലപ്പാ, അമ്മേൻ്റെ നേർച്ചയാണ്, കൈ വെട്ടുണ്ട്. ഓ അതെയാ, എന്നാ ഞാൻ വരാം. ശരി. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പെമ്പിളെല്ലാം പിറക്കാൻ നിൽക്കണ്ടേ? ഇതിനെപ്പോലെ തന്നെ കണ്ടില്ലേ പഠിക്കുന്നത്? ഇവളെ പറ്റി മൊത്തത്തിലൊരു മോശം അഭിപ്രായമാണ്. പക്ഷെ ആല്ലേ ആമോ? എടോ, സുധം മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞാലും മുതൽ ഇവിടെ അണിഞ്ഞൊരുങ്ങി പോകാൻ തുടങ്ങി. എന്തെന്നായാലെന്നാ സുധന്റെ അമ്മേനെ ഇവള് മര്യാദയ്ക്ക് നോക്കുന്നുണ്ടല്ലോ. ലോട്ടയാണ് ഇതെല്ലാം ഓളെ അടവല്ലേ. സുധം മരിച്ചിട്ടും എന്തിട്ടാ ഓളെ വീട്ടിൽ പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ വിചാരോ? ഓൻ്റെ അമ്മക്ക് ചെവിയും കേൾക്കൂല, രാത്രിയാ മര്യാദക്ക് കണ്ണും കാണൂല. നല്ല സുഖല്ലേ ഓക്ക്. ആര് വന്നാലെന്നാ പോയാലെന്നാ ആരും അറിയൂല. കുഞ്ഞൂട്ടാ, എന്നെ കാണാൻ അത്ര മോശമൊന്നുമില്ല അല്ലേ? എന്ത് മോശോ? നിങ്ങളാള് സൂപ്പറല്ലേ ബിജോട്ടാ. ബിജോട്ടാ ടണ്ടണേ ഗീതേച്ചി. എടാ കുഞ്ഞൂട്ടാ, നിനക്ക് ഗീതേച്ചിൻ്റെ അടുത്ത് ഉമ്മ വേണം. ഒന്ന് പോയോ ബിജോട്ടാ, വെറുതെ അങ്ങ് ചോദിച്ചാൽ തരുത്തല്ലേ. വെറുതെ ആക്കണ്ടാ. ഇത് കൊടുത്താൽ മതി.
മോനെ എടി പോയിന്? എടിയില്ല ചേച്ചി, കണ്ടത്ത് ഫുട്ബോൾ കളിക്കാൻ പോയതേനു. ശരവ ചേച്ചിന്റെ പറമ്പത്ത് ബോള് പോയി, പിന്നോട് എഴുന്നില്ല, കൊണ്ട് കളി നിർത്തി. വീട്ടിലേക്ക് പോക്കേനി. ചേച്ചി അനക്കൊരു ഉമ്മ വരുമോ? നീ എത്രയല്ല പഠിക്കുന്നത്? ഇപ്പേഴില്, ഇനി 8ലേക്ക്. നല്ലോണം പഠിക്കണം കേട്ടാ. എന്നാ ഇത്? ഉമ്മേന്റെ പൈസ. ഗീതേച്ചി എന്തല്ല, ഞാൻ കൊടുത്ത പൈസയാന്ന്. നിങ്ങളിതിനാണ് ഗീതേച്ചി ഇങ്ങനെ ആടിയിടിയും പണിക്കലും പോയിട്ട് കഷ്ടപ്പെടുന്നത്? എൻ്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്. നിങ്ങളെനിക്ക് എന്ത് ഇഷ്ടം അറിയാം. വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ റെഡിയാണ്. ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളല്ലോ പൂതിയും കൊണ്ട് നടക്കുന്നതാന്ന് നീ അടക്കമുള്ള നാട്ടുകാർക്കൊരു വിചാരമുണ്ട്. അതുകൊണ്ട് അവരോട് എന്തും ചോദിക്കാനുള്ള ഈ ധൈര്യം ഉണ്ടല്ലോ, അതാ നാണത്തോന്ന് നീ വിചാരിക്കണ്ട. മിണ്ടിപ്പോറ്. സുധാട്ടൻ മരിച്ച അന്നു തൊട്ട് എൻ്റെ വീട്ടിൽ പാതിരാത്രി ഏതെങ്കിലും ഒരുത്തം കയറുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന കുറെ നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. അറിയാം എനിക്ക്. നിനക്കൊന്നും ലോകം തിരിഞ്ഞിട്ടില്ലടാ. മായന്റെ അടുത്ത് വീഡിയോ കോളെല്ലാം വിളിക്കാൻ പറ്റുന്ന ഫോണായിരിക്കൂ അല്ലണേ? ഓ അല്ല, ഓക്കല്ലെന്നാന്ന് പണി. രാത്രിയിലെ കുത്തിയിരുന്ന് വിളിക്കലായിരിക്കും. പാവം സുനി. ഗീതേ, ആന്ന് ഇന്നലെ കുടുംബശ്രീക്ക് വരാഞ്ഞി? ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയിനപ്പാ. എന്നാന്ന് കണ്ണും മൂടുമല്ലോ എന്തോ പോലെ. രാവിലെ പോയതല്ലേ, ഭയങ്കര ക്ഷീണം. ഒന്ന് കുളിച്ചാലേ മാറും. വരുന്നു. ഇവക്കെല്ലാം നാണമോ ഇത്ര ക്ഷീണോ? രാവിലെ ഒരുങ്ങി കെട്ടി പോകുന്നുണ്ട്. എന്ത് പണിക്കാന്ന് ആരിക്കറിയാപ്പാ. അതന്നെ വേറെ എന്തുന്നാന്ന്. എന്നാ ബിജു കാട്ടുപരിപാടി? നിങ്ങളെ പണിയൊക്കെ പാടുന്നു. നിങ്ങൾ എന്നാ അമ്മേ പണിയെടുക്കുന്നത്? ഒന്നുമില്ല മോളെ, എനിക്കൊരു ഗ്ലാസ് ചായ വെച്ചേരാൻ വേണ്ടിയാ. ചായ എല്ലാം ഞാൻ വെച്ചോളൂ, നിങ്ങൾ പോയിരുന്നാട്ടെ. ആ ഗീതേച്ചി, എന്നൊരു സുഖമില്ലാത്തോല. ഇല്ലപ്പാ, ഒരു തലവേന. അത് നല്ലോണം പ്രാർത്ഥിക്കേ, മുത്തപ്പനെല്ലാം ശരിയാക്കി തരൂ. അന്നേ നേർന്നയാണ്, മുത്തപ്പന് കൊടുക്കാന്ന് വിചാരിച്ചാൽ കൊടുക്കണ്ടല്ലേ. ഇനിയിപ്പോ ഇവളെ കല്യാണത്തിന് ഒരു വെള്ളാട്ടം വെക്കണം. രമ്യേ, ഞാനെന്നാ പോന്നാന്നേ. ആ നീ ഇത്ര വേഗം പോന്ന്? അമ്മയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അംശാലം വാങ്ങി ഞങ്ങള്. ആ വാങ്ങി. ശരി എന്നാ. ഗീതേച്ചി പറ്റിപ്പോയി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞല്ല. വെറുതെ ആൾക്കാരെ മുന്നിൽ അടിവാങ്ങാൻ നിൽക്കണ്ട, മര്യാദക്ക് പോട്. ഈ ബിജുവാട്ടിൽ എന്താ കളിക്കുന്നേ? ഗിരീച്ച് അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഓരോ എത്ര കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണമെന്നറിയാം. വെറുതെ ഓരോ വയ്യത്തന്നെ നടക്കണ്ടെന്ന് നമ്മൾ ബിജുവാട്ടിനോടൊന്ന് പറഞ്ഞേ. അതല്ലപ്പാ, ഓന് ഗീതേച്ചിനെ ശരിക്കും ഇഷ്ടമാണ്. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ടേ. ബിജുവാട്ടിനെക്കാട്ടും എത്ര വയസ്സിൻ്റെ ഗീതേച്ചിക്ക്? അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ.
ഇങ്ങനത്തെ ഇഷ്ടത്തിനുള്ള നാട്ടിൽ വേറെ പേര്. നിതീഷേ ആ നോട്ടം പോയിട്ടില്ലടാ. ഓട്ടം പോയിനി ഇപ്പൊ വന്നയാ. ഇങ്ങോട്ട് പോയിനി. ഞാൻ ബായെ പോയതാണ്. കായ് മൂക്കുമ്പത്തേക്ക് പാറാടം കൊണ്ടുപോയി കളയുന്നു. എന്നാ അറിയില്ല, പാറാടെല്ലാം ചിലത് മൂക്കാൻ കാത്തിക്കുന്ന പോലെയാ വരുന്നേ. ഇങ്ങോട്ട് നോക്ക്. ഗീതീച്ചിന്റെ ഭർത്താവ് മരിച്ചിട്ട് എത്ര കൊല്ലായി? എന്നിട്ട് ഓറ് വേറെ കല്യാണം കഴിക്കാത്തത് ഓരോ ഭർത്താവിൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിച്ചോട്ട്, വെറുതെ ഉപദ്രവിക്കരുന്ന് ഓരോടൊന്ന് പറ. ഓരോരുത്തൻ വീഴാൻ വേണ്ടി കാത്തിക്കല മുതലാക്കെ. എന്നാ നിങ്ങൾക്കെന്നാ വേണ്ടേ? അല്ല കുഞ്ഞൂട്ടാ, നീ ഒന്ന് കണ്ടിട്ട് മൈൻഡ് ആക്കുന്നില്ലല്ലോ, വലിയ ഡിമാൻഡ് ആക്കുന്നത്. അല്ല ബിജോട്ടാ, നിങ്ങൾ ഇന്നലെ ചെയ്ത പണി ഭയങ്കര മോശമായിപ്പോയി. അത് വീട്ടിൽ പോയി ആലോചിച്ചാൽ എനിക്ക് മനസ്സിലായത്. ഷേ എടാ അത് പറ്റിപ്പോയി. ഇങ്ങനെ നാവെന്ന് ഞാനും വിചാരിച്ചില്ല. നമുക്ക് അങ്ങനെ സോൾവ് ആക്കണം. നമ്മക്കാ നിങ്ങൾ ഒറ്റക്ക് ഉണ്ടാക്കിയ പ്രശ്നം നിങ്ങൾ ഒറ്റക്ക് തന്നെ തീർത്തോളൂ. കുഞ്ഞൂട്ടാ നിങ്ങൾ പോയിക്കോ, ഞാൻ വലിയ ആളൊപ്പരമുള്ള കമ്പനിയിൽ നിർത്തി. ഇനി ഞാൻ ഇവരൊപ്പം കളിച്ചോളൂ. രമേശ് ചേട്ടാ, സിന്ധു വെച്ചിൻ്റെ ആടാ? ആ ആടിയുണ്ടെന്നാ. ഒന്നുമില്ല, അമ്മേനെ ലോൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാ. സിന്ധു ചേച്ചി, സിന്ധു ചേച്ചി. ഓ ആ നിതീശ വാടേ ഇരിക്കറാ. സിന്ധു ചേച്ചി, നിങ്ങൾ എന്താ അമ്മയോട് പറഞ്ഞേ? ഞാനെന്നാടാ പറഞ്ഞിനി? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്ങനെ എല്ലാം കേട്ടിനി. നീ എന്നാ കേട്ടിനി? എന്നാലും എനിക്ക് പറഞ്ഞു പറയാൻ പറ്റൂ. ഒരാണും പെണ്ണും തമ്മിൽ വർത്താനം പറഞ്ഞ എല്ലാം മറ്റേതാ നിങ്ങൾ വിചാരം. മേലാണ്ട് എൻ്റെ അമ്മയോട് പറ്റി അതും ഇതും പോയിട്ട് പാടാൻ നിൽക്കണ്ട കേട്ടാ. ഉയ്യന്റെ മോനെ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല കേട്ടാ. നിങ്ങളായിരുന്നു വർത്താനം പറയാന്ന് കണ്ടിരുന്നു ഞാൻ പറഞ്ഞു. അത് ഇങ്ങനെയാക്കിയാ? ഓ പിന്നെ, നിങ്ങൾ ഈ നാട്ടിൽ എന്തെല്ലാം പറഞ്ഞു നടക്കുന്നത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇല്ലാത്ത കാര്യം പറഞ്ഞു നടന്ന ഒരു പെണ്ണിന്റെ ജീവിതം പറഞ്ഞ കളയാൻ നിൽക്കണ്ടേ. ഞാൻ പാർട്ടിയൊന്നും വേണ്ട. മോനെ സിന്ധു വെച്ച് അങ്ങനെ പറയുവാ? നീ എന്നെ പറ്റി ഇല്ലാത്ത പറഞ്ഞു നടക്കറ് കേട്ടാ. ആ ഓട്ടോ ഓടിക്കുന്ന നിതീഷു നമ്മുടെ ദേവിയച്ചിൻ്റെ രമ്യയും തമ്മിൽ അവിഹിത പോലും. നീ ഇതെല്ലാം അറിയുന്നുണ്ടാ? അതെല്ലാം ചെറിയ പെണ്ണല്ലേ രമേശ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രേമങ്ങാറ്റായിരിക്കൂ. ആ എന്തേലും ഒട്ടയാൽ ഇതെല്ലാം പോയി അവസാനിക്കുന്ന മറ്റേ തന്നെയാ. ആയിട്ടുകളെല്ലാം കളി അങ്ങനത്തെയാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? വെറുതെ ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയണ്ട കേട്ടാ നീ. എൻ്റെ സിന്ധു നേരിട്ട് കണ്ടിയാന്ന്. ഓൾ ഒന്നും അറിയാണ്ട് അന്വേഷിക്കാണ്ട് എന്നോടൊന്നും പറയൂല. ഈ കഥ ഇതെങ്ങോട്ടാ പോന്ന്? ഈ പിള്ളേരിലെന്ന് ഈ കണ്ട കാഴ്ച. നീ ഇങ്ങോട്ടാ പോന്ന്? അതൊന്നുമില്ലപ്പാ, ഓരോ ഷാപ്പിൽ കപ്പേൻ്റെ തോൽ വിളിക്കാൻ പോയാൽ 2 കുപ്പി കള്ളു കിട്ടും. ഞാൻ പോയി കുടിച്ചിട്ട് വരാം. രമേശ, നീ ഉള്ള കള്ളെല്ലാം വലിച്ചു കയറ്റിയിട്ട് വെറുതെ ആരോഗ്യം കളയണ്ട. എൻ്റെ മോനെ മെമ്പറെ, ഇത് ഉരുക്കാന്ന് ഉരുക്ക്. എൻ്റെ സിന്ധുവിനറിയാം. ആ എടാ, ഓർക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിനി. നീ വേണ്ടാത്ത ഓരോ പണിക്ക് പോയിട്ട്. എടാ പറ്റിപ്പോയി. ഞാനെന്നിപ്പോൾ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനൊന്നുമില്ല, നീ അതങ്ങ് വിട്ടേക്ക്. എടാ എനക്ക് ഓറോടെ ഒരു സോറി പറയണം, വേറെ ഒന്നും വേണ്ട. നീ അതിനെന്തെങ്കിലും ഒരു വയ്യാക്കിത്താ. എടാ ഞാനെന്താക്കാനാന്ന്? ഓറ എന്നോട് ഇങ്ങനെ വെറുപ്പും കൊണ്ട് നടക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. നീ പോയിട്ടില്ലേ? ഇല്ല, പോയിട്ടില്ല. എന്നാ വരുന്നേ? ആ ശരി ശരി. ഇന്ന് അയാളില്ലാത്തോണ്ട് വേഗം ഇറങ്ങാൻ പറ്റി. ബാ പോവാം, ബസ് പോയിട്ടുണ്ടാവില്ല. ഏച്ചി ഓട്ടോന് പോവാം, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി, അനക്ക് എൻ്റെ ബസ്സിൻ്റെ പൈസ ലാഭം തന്നെ. അപ്പാ ആ വരുന്നുണ്ട്. ഗീതച്ചി, നിങ്ങൾ എന്നോട് ദേഷ്യം വെച്ച് നടക്കറ്. ഓൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല ഗീതേച്ചി, നിങ്ങളത് വിട്. നിതീഷേ, അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയേനു അല്ലേ? രമ്യ, എന്നോട് ഇത് വേണ്ടേനു. ഞാൻ ബസ്സിന് പോയിക്കോളും. ഗീതേച്ചി, അനക്കൊന്നും അറിയില്ല.
നിങ്ങൾ നിൽക്ക്. നിങ്ങൾ എന്തിനാ ഓരോ വയ്യത്തിനടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടാ. നിങ്ങൾ പോടെ, നമ്മൾ വരുന്നില്ല. നിതീഷ, ഞാൻ ബസ്സിന് പോയിക്കോളൂ. പതിയെ പൊള്ളും വഴിയറിയാ ദൂരം താണ്ടും എന്നാലും ഒരു കനലായുള്ളിൽ അത് പതിയെ പൊള്ളും വഴിയറിയാ ദൂരം താണ്ടും എന്നാലും ഉയരാനിരു ചിറകുകളും മനമാകെ കനവുകളും കഥ പറയും കൂടാറിൽ നിന്നാലും തളരാതൊരു പടവുകളും ഉയരുയരാനിൻ ചുവടുകളും വഴി തുടരും കൂടാറിൽ നിന്നാലും നാളെ കുടുംബശ്രീന്റെ വാർഷികം നീ വരൂലേ? ഇങ്ങനെ വരാണ്ടെന്ന് അടച്ച പൈസയും കൂടെ തരാണ്ട് പുറത്താക്കും കേട്ടാ. ആ, നിങ്ങൾ പുറത്താക്കുന്നുണ്ടെ പുറത്താക്ക്, എന്നാലും എനിക്ക് സമാധാനാവുമല്ലോ. ഇത് ഞാൻ പറയുന്നില്ല കേട്ടാ, എല്ലാരും കൂടെ പറയുന്ന കേട്ടിയാന്ന്. അല്ല രമേശ, ഇന്നോട് എത്രയായി പറയുന്നത് വീട്ടിലെ തേങ്ങ ഒന്ന് പറിച്ചു തരാൻ വേണ്ടി? എടോ പണിത്തിരക്കാന്ന്. എടോ എല്ലാം വീണ് തീർന്ന്, അരക്കാനൊന്നും ഒറ്റ തേങ്ങയില്ല. ഓളാന്ന് ഒരേ കൂട്ടം കൂടുതലാന്ന്. ഞാനിപ്പോൾ തെങ്ങുമ്പോ കയറല്ലടോ. ആളെ കിട്ടായിട്ടല്ലേ രമേശ, അല്ലേ ഇങ്ങനെ പറയാ? നീ നമ്മൾ വിളിച്ചാലേ വരാണ്ടുള്ളൂ. നീ എന്ത് ലൊട്ടല വർത്താന രാജീവ പറയുന്നത്? ആ നോക്കാ, നീ നാളെ ഷാപ്പിന്ന് 2 കുപ്പി കള്ളു മേടിച്ചു തന്നെ. ആ അത് നമുക്ക് ആലോചിക്കാപ്പാ. സിന്ധു, സിന്ധു, നീ എന്നാ ഇരുട്ടത്ത് കൂത്തിയിരുന്നിന്? കറണ്ടില്ലേ? കറണ്ട് നേരത്തെ പോയിന്. ആ സന്തോഷ, നീ ഇരിക്കേ, ഞാൻ കുളിച്ചിട്ട് വരാം. അല്ല സന്തോഷേ, നീ എന്ന് ഈ സമയത്ത് ഇടാ? ഇങ്ങളിതേ നാട്ടിലെന്ന് തണ്ടാൻ പോയിന്. ഓറു വന്നിട്ട് എത്ര നേരായി? നാളെ ഇവരെ കുടുംബശ്രീൻ്റെ വാർഷികമല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നയാ. നീ വന്ന പാടെ ഇറങ്ങാന്ന് വിചാരിച്ച് വന്നയാ. എന്നാ ശരി, വരുന്നേ. ആ മെമ്പറാ? ആ വരുന്നേ. മെമ്പറെ പോലെ തന്നെയാണല്ലോ. അധികം കരിഞ്ഞു പോകുന്നുണ്ടാ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല, നോക്കിക്കോ. ചേച്ചി കുർത്തായെല്ലാം കേട്ടിട്ട് അടിപൊളിയാക്കിനല്ലോ. ഇതൊന്നും നീ ഒറ്റക്കായി പോയാ? പങ്കേ ഒന്നിങ്ങി വാപ്പ. എന്തിനാണപ്പോ ഓറ വിളിക്കുന്നത്? ഞാൻ എടുത്തോളൂ. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളൂ.
അമ്മ ഞാൻ പോട്ടെ. അല്ല നിതീഷേ, ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയാ മയ്യ. മൈക്കെല്ലാം ശരിയാക്കണ്ടേ? മെമ്പർ ഇപ്പം വരൂ, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? അല്ല, ഇത് വയറിന് നീളം കുറവല്ലേ? കുറച്ചും കൂടി വയറ് വേണ്ടി വരൂ. എണേ രമ്യേ, അടുക്കള എൻ്റെ തട്ടുമ്മലുണ്ട് കുറച്ച് വയറ്, അതൊരിക്കൽ എടുത്തു കൊടുത്താ പോയിട്ട്. അനക്കൊന്നും ഔലി എടുത്തു കൊടുക്കാൻ, അതങ്ങ് മേലെയാന്ന്. ഏടിയാന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ എടുത്തോളൂ. ഒരിക്കൽ കാണിച്ചു കൊടുക്കുമ്പോളെ പോയിട്ട്. ഞാൻ ഈ പാട്ടൊന്ന് പഠിക്കട്ട്. കുടാ മുതടി കുറത്തി പെണ്ണെ, കുടത്തിന്റെ വില പറയടി കുറത്തി പെണ്ണെ. കുടാ മുതടി കുറത്തി പെണ്ണെ, കുടത്തിന്റെ വില പറയടി കുറത്തി പെണ്ണെ. പ്രസിഡന്റ്, ഈ പഴംപൊരിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. അതിനൊന്നും അറിയില്ല. ഇതെന്നാ സിന്ധു ഇങ്ങനെ കരിഞ്ഞു പോയിനി? ആ ലേശം കരിഞ്ഞു പോയിനല്ലേ? എന്ത് ലേശോ? അരിപ്പ കൈയില്ലാത്തോണ്ട് കത്തീനെ കൊണ്ട് കുത്തിയിട്ടാ എടുക്കുന്നു. അതുകൊണ്ടൊരു ഏല് കിട്ടുന്നില്ലപ്പാ. അല്ല സിന്ധു, അരിപ്പ കയ്യിൽ വേണമെങ്കിൽ വീട്ടിലുണ്ടേനു, ഞാൻ എടുത്തോണ്ട് തരണ. ഓ അതെയാ, നിങ്ങളാടെ ഇരുന്ന് ബാക്കി പാട്ട് പഠിക്കും, ഞാൻ പോയിട്ട് എടുത്തോളൂ. പ്രസിഡന്റെ, ഓള് വരുന്നുണ്ടല്ലോ. എന്തെന്നായാലും ഇന്നത്തോടെ ഓളെ കണക്ക് തീർത്ത് വിട്ടെ. അങ്ങനത്തെ എളപ്പ ഒളിന്നിലടക്കി. ഗീതേച്ചി, ഇതൊന്നും നേരം പേനി. നീ നേരത്തെ വന്നിനാ? ആ കുറച്ചേരായി. സാരി പുതിയതാ? പുതിയ അതെല്ലാം പഴയതാ, ആവോന്നറിയില്ല. എന്നാ നോക്കട്ടെ, കാണിക്ക് നോക്കട്ടെ. നീ ചേട്ടാ വേണ്ട, നീ എന്നാടാ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിട്ട് നോടിച്ചിളക്കിട്ട് പോയിന്? നിങ്ങൾ തമ്മിലൊന്നും ഇല്ലാന്നല്ലേ? ദൈവം അങ്ങനെയൊന്നും ഈ സിന്ധുവിനെ ചതിക്കൂലടാ. നിന്റെ ചങ്ങായി ഒരുമ്പട്ട ഗീതന്റെ പയ്യു, നീ ചള്ളു പെണ്ണിന്റെ പിന്നാലെയല്ലേ? കാണിച്ചു തരാം ഞാൻ എല്ലാത്തിനും. നീയെല്ലാം ഒരുമ്പട്ട് ഇറങ്ങിയിട്ടല്ലേ? ഇതൊന്നും അറിയാണ്ട് പാവിന്റെ അമ്മയുടെ കുടമടി പാട്ടും പാടി ഇരിക്കുന്നുണ്ട്. ഈ വാർഷികം ഒന്ന് കഴിയട്ടെ, എല്ലാറ്റിന്റെ കഥ ഞാൻ കഴിച്ചരാ. നീ കരയല്ല, കരയണ്ട, പേടിക്കണ്ട. മിണ്ടി പോറി, ഇതെങ്ങാട്ടെ അമ്മ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങളെന്നെ കാണൂല. എടാ, ഇതാകെ പ്രശ്നമാവും കേട്ടാ. അനക്കെന്നാ വേണ്ടെന്നിരുന്നില്ല. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല. ഓൾ അത്ര ധൈര്യം കൊണ്ട് ആരോടും പോയി പറയട്ടെ, അന്നേരം നോക്കാം നമുക്ക്. ഈ വാർഷികം കഴിഞ്ഞോട് എല്ലാം തീരും. രമ്യൻ്റെ അമ്മയോടും ഈ നാട്ടുകാരോടും പോയിട്ട് സിന്ധു മൊത്തം പാടും. പിന്നെ രമ്യനെ പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നില്ല. ഞാനൊന്നും അറിയില്ല അമ്മേ. പിന്നെ അത് മാത്രമല്ല, ഈ വാർഷികം കഴിഞ്ഞാലേ കുടുംബശ്രീയിൽ എല്ലാവരും കൂടി ഗീതേച്ചിനെ ഒറ്റപ്പെടുത്തേണ്ട പരിപാടിയാ. പിന്നെ ഓർക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇതൊന്നും ആലോചിക്കും എനിക്കൊരു പ്രശ്നം തോന്നില്ല. ഞാൻ ചാവണ്ട വന്നാലോ ഗീതേച്ചിനെ തൊടാൻ ഞാൻ വിടൂല. എടാ, പിന്നെ എന്നാ ചെയ്യാ? ആ സിന്ധുവിനെ കൊന്നിട്ട് ജയിലിൽ പോലും മയക്കില്ല. ഈ നാട്ടുകാർക്കെങ്കിലും സമ്മാനം കിട്ടുമല്ലോ. എടാ, നമ്മളില്ലാണ്ടാക്ക ഏതെങ്കിലും ഒരുത്തം വന്നാലേ ദൂരെയുള്ള ആയുധം നോക്കി നടക്കുന്നവനാണ് ഏറ്റവും വലിയ മൊണ്ണ. അടുത്ത് കിട്ടുന്ന ഏറ്റവും മൂർച്ചയുള്ള നാറിയ ആയുധം നോക്കി പ്രയോഗിക്കണം, അതും മർമ്മത്തിൽ.
തീർന്നാ മോനാട്ടാ? ഇന്നലെ ചിക്കൻ പാർട്സ് വൃത്തിയാക്കി തന്നല്ലേ, ഒരു കുപ്പി കള്ളും കുടി നോക്കട്ടെ. നിങ്ങക്ക് പൈസ കൊടുത്തു കൊടുക്കുന്ന ഇഷ്ടമല്ലേ? ഈ പൈസയിൽ നീര് കൊണ്ടുവെക്കുന്നപ്പാ വെറുതെ അല്ല, നല്ലോണം പണിയെടുത്ത് കൊടുത്തിട്ടാന്ന്. അല്ല മോനാട്ടാ? അല്ല രമേശ, നിന്റെ ഓളെ മെമ്പർ സന്തോഷിന് എത്ര മാസത്തേക്കാ പാട്ടം കൊടുത്തു? നീ സംഭവം ഉള്ളി തന്നെയാ? എന്നാടാ എന്നാ എടാ, നിന്റെ ഉശുരു ആണത്തെ അന്നോടല്ല കാണിക്കണ്ട്. പോയിട്ട് നിന്റെ ഓളോട് പോയി കാണിക്ക്. അല്ലേ കണ്ടവൻ കയറി നിരങ്ങും. വേണ്ടി തന്ന മട്ടും മൂഞ്ചി ഇറങ്ങി പോടാടുന്നു. അടുത്തതായി നമ്മുടെ ഐശ്വര്യ കുടുംബശ്രീയുടെ പ്രിയ കലാകാരി പങ്കജ അവർകൾ സ്വന്തമായി എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന കുടമടിപ്പാട്ട്. മുതടി കുറത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുറത്തി പെണ്ണേ. മുതടി കുറത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുറത്തി പെണ്ണേ. നിങ്ങളെന്നാ നീ വിളിച്ച് കൂക്കുന്ന്? ഏത് നായിന്റെ മോനെ എടുക്കാൻ മറന്നിട്ട് പോയതാണേ ഇത്? ഇത് പറ, ഞാനില്ലാത്ത ഏത് മറ്റനാണ് നീ വീട്ടിൽ വിളിച്ച് കയറ്റിനി? നടക്കണേ, നിന്റെ തുള്ളല് ഞാൻ നിർത്തിത്തരാണ്. നീ എന്ത് പോക്കരുത്തരായി കാണിക്കുന്നത്? വിട്ടോ വിട്ടോ, എല്ലാം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഈ മൂദേവി എന്നെ ചതിച്ച്, ഞാനില്ലാത്തരോ ഏതോ മറ്റോനെ ഇവള് വിളിച്ചു കയറ്റിട്ടാ. നോക്ക് നോക്ക് നോക്ക്, അനക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിതില്ലേ കേക്കുന്നു. രമേശ, എനിക്കെന്നാ പിരാന്തളകിന വെറുതെ നാട്ടുകാർ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ആടാ, എനിക്ക് പെരാൻ തന്നെയാ. ഇതാര്യാന്ന് അറിയാണ്ട് അത് അടങ്ങൂല. ഇത് എഴുന്നെങ്കിലും കാറ്റത്തങ്ങാറ്റം പാറി വന്നതായിരിക്കൂ. പാറി വരാനാ? അതൊരു വല്ലാത്ത കാറ്റാ. നല്ല സന്തോഷേ, നിങ്ങളെല്ലാം കൂടി എന്നെ പോട്ടം കളിപ്പിക്കാൻ നോക്കണ്ട. ഈടി ഏതോ ഒരുത്തൻ കേരി നിരങ്ങിയിട്ടുണ്ട്. ഈടി ആര് വന്നെന്ന് രമേശ നീ പറയുന്നത്? രാവിലെ മുതൽ ഈ പെണ്ണുങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ആകെ ഉള്ളത് ഞാനാ. ഈ അന്യ എനിക്ക് സംശയം, ഈ അന്യ സംശയം. വെറുതെ വെള്ളം അടിച്ചു വന്നിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെ മേത്ത് കയറുന്നു. എനിക്കെന്നാ ഇവിടെ പറയുമ്പോ ഇത്ര പൊള്ളല്? അനക്ക് ഈ നാട്ടിലൊരു നാറിനും വിശ്വാസമില്ല, നിന്നെ അടക്കോ. അടിച്ചിന്റെ ചെള്ള ഞാൻ തിരിക്കും. കേട്ടിനാ? ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, പാർട്ടീന്റെ ചുമതലയുള്ള ആളും കൂടിയാ. ഇമ്മാതിരി പുഴുത്ത വർത്താനം പറഞ്ഞിട്ട് നാവ് ഞാൻ അറിയോ? അറിയാലോ എനിക്ക്. പിന്നെ ഞാൻ എന്നാ സന്തോഷം പറയണ്ടേ? എന്റെ കുടുംബം താർന്നടാ, താർന്ന്. രമേശ, എന്തായാലും ഇപ്പൊ തൊണ്ടി നമ്മളതിലുണ്ട്. ഇനി ഇത് കാറ്റത്ത് പാറി വന്നതാണോ അതാരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നീ ഇതൊന്ന് നോക്കിയാട്ടെ. ഇതിൻ്റെ അകത്തൊരു 100 ഓട്ടയുണ്ട്. ഇതെല്ലാവരും കിട്ടി നടക്കുക.
എനിക്കൊരു നല്ല ഷർട്ട് ഇട്ട് നടന്നോടാ. എൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല ഷട്ടിയാടാ അത്. എടാ ഇത് നമ്മളെ കൊണ്ടിട്ടെന്നായിരിക്കും അങ്ങ് തിരിയാ. അതാരം കറങ്ങാനില്ലേ, നീ മരിക്കുന്നല്ലേ. എന്ത് ദാരിദ്ര്യാടാ നീ. സിന്ധു നീ എടിയാ പോന്ന്? ഞാൻ പോന്നത് ഇത്രയും കാലം ഈ കള്ളുകൂടിയുടെ ഒപ്പരം എല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചിന്. എന്നിട്ടോ ഇത്രയും നാട്ടുകാരെ മുന്നിന്ന് ഞാൻ വേറെ ഒരുത്തിന് കടന്നു കൊടുത്തിനെന്നും പറയുന്ന കേട്ടിട്ട് ഇനി ഞാനിവിടെ നിൽക്കണാ. സിന്ധു ഇനി ഒരു നിമിഷം ഞാൻ ജീവിക്കൂല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ചാവും. സിന്ധു ചേച്ചി, നിങ്ങൾ എന്തിനാ മരിക്കുന്നത്? നിങ്ങളെപ്പറ്റി പറഞ്ഞത് ഇല്ലാത്തയാ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങൾ എവിടെയും പോറ് ഈ പറഞ്ഞവരുടെ ഇടയിൽ തന്നെ ജീവിക്കണം. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളാ ഞാൻ. എന്നെപ്പറ്റി അടക്കം പറഞ്ഞ് നടന്ന് എൻ്റെ ഓൻ മരിച്ച അന്ന് മുതൽ അന്നേം കൂടി കൊന്നുകൊണ്ടിരിക്കല. അതുകൊണ്ട് നിങ്ങളെ വിഷമം ആർക്കും മനസ്സിലായില്ലെങ്കിലോ എനക്ക് മനസ്സിലാവും. സിന്ധു, ഞാനെന്നേരം ചൂടും പുറത്ത് എന്തെല്ലോ പറഞ്ഞു പോയി. നീ ഒന്ന് ക്ഷമിക്ക്. രമേശേട്ടാ, ഒരാളെ പറ്റി കുറ്റം പറയാൻ എളുപ്പാ. പക്ഷെ അത് കൊള്ളുന്ന ആൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ഇതെന്നെ വിളി. ആ പുല്ല് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, ഇതുപോലെ കേട്ടെ. പറയാണ്ട് വേണ്ട സാഹചര്യം ഉണ്ടായി വന്ന്. അതിനാരെയാ പഠിക്കണ്ടേ? ഇവിടെ നാട്ടിൽ പറഞ്ഞുണ്ടാക്കുന്നതിനും കേട്ടിട്ട് അനക്കാടെ നിൽക്കാനാവില്ല. സുനിയേട്ടാ ഞാൻ പറഞ്ഞതല്ലേ, അതിൽ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. നീ മാറിക്ക്. പറയാനുള്ളത് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളൂ. ഇതെന്തിന്നാ സെറ്റി സാരി കൊടുത്തിട്ട് എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ. ആ ഓ ഇവിടെ തന്നെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാം കൂടി ഇവിടെ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയ നാറ്റോ അങ്ങ് ദുബായിൽ വരെ എത്തി. ഒറ്റ കല്യാണം കഴിച്ച് ഓളെ നാട്ടിലാക്കി ഗൾഫിൽ പോയി കഴിഞ്ഞാ ഓളെ വയ്യാണ് തോക്കി കേസ് ഉണ്ടാക്കാൻ നിങ്ങളെ പണി. സുനി, അതുകൊണ്ടൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തോലക്കൊക്കെ ഇവിടെ നാട്ടിൽ നിന്നുള്ള പണിയിലെടുത്തിട്ട് എത്ര പൈസ ഉണ്ടാക്കിയിട്ടു ഇതേ നാട്ടുകാരെ കുറ്റം മറിച്ചിട്ടുണ്ടാന്ന് അനക്ക് പെണ്ണ് കിട്ടായി. അങ്ങനെ ഞാൻ ഗൾഫിൽ പോകേണ്ടി വന്നു. അല്ല അന്നാത്തി ഗൾഫിൽ പോയി ഉണ്ടാക്കി പെണ്ണ് കിട്ടി. അങ്ങനെ കിട്ടിയ എന്റെ പെണ്ണിന് നാട്ടിലാക്കി ഗൾഫിൽ പോയി വെച്ചെടുത്ത് നിങ്ങളെല്ലാം കൂടി അവളെ കുറ്റം പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്കെല്ലാം നട പിരാന്താ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കാം. നിന്റെ കണ്ണൂരിൽ നിന്ന് തരണമെന്ന് വെച്ചാൽ അത് തന്നെ. എടാ എൻ്റെ അടുത്ത് പൈസ ഇല്ലോണ്ട് എൻ്റെ ഓക്കെ ചിലപ്പോൾ 1, 2, 10 ഫോൺ ഉണ്ടാവും. അത് എനിക്കെല്ലാം നടത്തില്ല ചൊറിച്ചല് ആയിട്ടില്ല. എനിക്ക് ഞാൻ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടോ, നിങ്ങളെല്ലാം വർത്താനം കേട്ടിട്ട് ഓളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല സുനി ഗൾഫിൽ നിന്ന് വന്നിന്. ഞാൻ പോകുമ്പോൾ എൻ്റെ മായനും കൂട്ടു. ഇങ്ങനെയൊന്നും നടക്ക് ജീവിക്കാൻ പറ്റില്ല. കുറേ സദാചാര ചേറ്റകൾ. നടക്കുമോളെ തിന്നാണെന്നുള്ളത് നല്ല വിശപ്പാ. ഇന്നലത്തെ മീൻകറി ഉണ്ട്. പിന്നെ ഫോൺ മേടിച്ചല്ലേ? മതി, വാർഷികകാലം കഴിഞ്ഞ് എല്ലാരും പോട്. എന്തൊക്കെ കണക്കിത്. സിന്ധുവിന് മെമ്പറുമായിട്ട് ഇടപാടുണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നീ മിണ്ടാണ്ടിക്ക പാടുന്നു. എടാ ഞാൻ പോയി രമ്യൻ്റെ വീട്ടിലെ വേരം കൊടുത്തിട്ട് എൻ്റെ ഷർട്ട് എടുത്തിട്ട് വരാം കേട്ടാ. ഗീതേച്ചി, നിങ്ങളോട് അവർ ഇത്രയും ദ്രോഹം ചെയ്തിട്ടു
ഒരു പ്രശ്നം വന്നോ അവരോട് ക്ഷമിക്കാൻ കാണിച്ച മനസ്സിലേ അതന്നെ ഏറ്റവും വലുത്. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ച് നടക്കുന്ന ആലോചിച്ചിട്ട് സത്യമായിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇങ്ങക്ക് എന്നോട് ക്ഷമിച്ചൂടെ? സാരമില്ല, പോട്ടെ. പിന്നെ നീ ഇങ്ങനെ എൻ്റെ പുറകെ നടന്നാലുണ്ടല്ലോ, നിന്റെ ഉറക്കം പോക്കേ ഉണ്ടാവും. ആന്നും വേണ്ടടാ, നീ മര്യാദയ്ക്ക് പോയിട്ട് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഉറക്കം പോകുന്നതില് അനക്ക് പ്രശ്നമില്ലെങ്കിലോ? മതി പതിയെ പോകാ, പുതുമഴയും കൂടാ, ഇലകൊഴയും വിരിയും പാടില്ലെന്നാലും പല മലയും കേറാ, ഒരു മുകിലും കാണാ, നിലവണിയും വീണ്ടും മാറില്ലെന്നാലും ഉയരാനിരു ചിറകുകളും നിൻ മനമാകെ കനവുകൾ കഥ പറയും കൂടാറില്ല